ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് LDC LGS 2027 നടക്കാൻ പോകുന്ന LDC പരീക്ഷയ്ക്കും LGS പരീക്ഷത്തിനെ കുറിച്ചിട്ടും കുറെ പേര് നമുക്ക് കമന്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും കോമൺ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഡൗട്ട്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാക്കിയിട്ട് ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചോദിച്ചതിനുള്ള എല്ലാത്തിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പോരാത്തതിന് നിരവധി ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസുകൾ, കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും PYQ സെഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, LDC നോട്ടിഫിക്കേഷൻ എപ്പോ വരും? എല്ലാവർക്കും ഉള്ള സംശയമാണ്. അപ്പൊ അതിന് ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് തന്നെ ഞാൻ വരികയാണ്. 2023 അതായത് നവംബർ മാസം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 2023 നവംബർ മാസം 30-ാം തീയതിയാണ് LDC അതായത് വേരിയസ് LD ജില്ലാതല അടിസ്ഥാനമാക്കിയിട്ട് ഓരോ ജില്ലയിലേക്കും വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 3/1/2024 അതായത് ജനുവരി മന്ത് 2024 ജനുവരിയിലായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 36 വയസ്സായിരുന്നു അല്ലെ? ശരി, ഇനി അതവിടെ നിൽക്കട്ടെ. ഈ ഒരു പരീക്ഷ വന്നതിന് ശേഷം ആദ്യം ഞാൻ LDCയുടെ പറയാം, അതിനുശേഷം LGSലേക്ക് പോകാം. LDC പരീക്ഷ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് മുൻപൊരു പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുപോകാൻ നമ്മുടെ ടൈമൊക്കെ ഒരുപാട് കളഞ്ഞ് ഒരുപാട് വലിച്ചു നീട്ടിയിട്ടൊക്കെയായിരുന്നു LDC നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ആ ഒരു പ്രിലിമിനറി പരീക്ഷ അതോടുകൂടി അവസാനിപ്പിച്ചു, കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് എന്തായാലും വേണ്ടിയില്ല. 2024 തന്നെ എന്താണ് വളരെ നല്ല രീതിയിൽ ഒരൊറ്റ മെയിൻസ് എക്സാം ജൂലൈ മാസമൊക്കെ ആയപ്പോഴത്തേക്കും, ജൂലൈ 2024 മുതലാണ് ജില്ലാതല അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു പരീക്ഷകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ മന്തിലായിട്ട് പരീക്ഷകളൊക്കെ പല ജില്ലകളിലുള്ള പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 1, 2025 അതിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 3 വർഷമാണ്. അപ്പൊ അങ്ങനെ ഓഗസ്റ്റ് 1, 2028 ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറാകും. അപ്പോഴത്തേക്കും നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ? അപ്പം നമുക്കറിയാം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC എന്ത് ചെയ്തിരിക്കുകയാണ്, 2026 PSC അപേക്ഷിക്കാനുള്ള പ്രായം ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സിൽ നിന്ന് 40 വയസ്സായിട്ട് ഉയർത്തിയിരിക്കുകയാണ് അല്ലെ? അപ്പോ ഈ 40 വയസ്സായിട്ട് ഉയർത്തിയപ്പോൾ നിലവിൽ ആർക്കൊക്കെ അതിന് അപേക്ഷിക്കാം? അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പോയിട്ടുണ്ട്. മുൻപ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൽ തന്നെ വീഡിയോസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ 1986 ജനിച്ചു, ജനുവരി 1 കേട്ടോ. 1986 ജനിച്ച ഒരാൾക്ക് 2026 ആകുമ്പോൾ 40 വയസ്സാവും അല്ലെ? അപ്പൊ ആ വയസ്സുള്ള ആർക്ക് വേണമെങ്കിലും ജനറൽ കാറ്റഗറിക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. OBC ആകുമ്പോൾ നിങ്ങൾക്ക് 43 വയസ്സ് വരെ കിട്ടും, അതായത് 1983 വരെ അല്ലെ? ഇനി SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെയാണ്. അപ്പൊ എത്ര വരും? 1981. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ വരുന്നത് ആ ഒരു അപേക്ഷിക്കാനുള്ള സാധ്യത വരുന്നത്, അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ LGSന്റെ, ഒരു മാറ്റമില്ല. നമുക്ക് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 15-ാം തീയതിയാണ്. അപേക്ഷിക്കാനുള്ള തീയതി 17/1/2024 വരെയായിരുന്നു. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ബാക്കിയെല്ലാം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത്, ഈവൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഉൾപ്പെടെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഈ വരുന്ന ഡിസംബറിനുള്ളിലെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 40 വയസ്സ് ഉണ്ടാകണം. അതായത് എക്സാം എഴുതുന്ന സമയത്ത് ഏജ് ലിമിറ്റ് അല്ല നിങ്ങളുടെ നോക്കുന്നത്, അപേക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, അത് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് PSC നോക്കുള്ളൂ. അങ്ങനെ വരുമ്പം നമുക്ക് ഈ വരുന്ന നവംബർ മാസം തന്നെ എന്താണ്, നവംബർ 2026 അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ഈ ഒരു സെയിം ടൈം തന്നെ വെച്ച് പറയാണ്. നമുക്ക് അപേക്ഷിക്കാനായിട്ട് LDCക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക്
എന്താണ് ഈ വരുന്ന 2026 നവംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം ഈ ഒരു മിഡ് ആകുമ്പോഴത്തേക്കും 2027 മിഡ് ആകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ എക്സാം എന്തായിരുന്നാലും എന്ത് ചെയ്യും, PSC നടത്തുന്നതാണ്. ഇനി അതേപോലെ തന്നെ സെയിം തന്നെയാണ് നമ്മുടെ LGSൻ്റെയും കാര്യം. ഇനി ബാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LGSൻ്റെ പോസ്റ്റ് നിലവിൽ ഇപ്പോൾ ആണെങ്കിലും LGSൻ്റെ പോസ്റ്റ് ഒക്കെ ആണെങ്കിലും വിവിധ ഒഴിവുകളൊക്കെ മാറ്റി അത് പതുക്കെ പതുക്കെ PSC നിർത്തിക്കൊണ്ട് വരികയാണ്. അപ്പൊ 2026 നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്കറിയാം ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ +3 ആണ്, 8 അല്ലെ. അപ്പം 29, 30, 31. അപ്പൊ 2031 ആകുമ്പോഴത്തേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്, LDC കഴിയാണ്. പക്ഷെ നമ്മൾ LGS കമ്പയർ ചെയ്യുമ്പോൾ ഇനിയൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ളൊരു സാധ്യത പൊതുവെ കുറവാണ്. കാര്യം നിങ്ങൾക്കറിയാം എന്താണ്, ഓരോ ലെവലിലുള്ള LGSന്റെ പോസ്റ്റുകൾ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരികയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇനിയൊരു LGS വരട്ടെ, അല്ലെങ്കിൽ LGS തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. നിങ്ങൾക്ക് ഇപ്പം മാത്സും അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നോക്കുന്നത് LGS തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ LGS നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അവസരം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടി എന്ന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ പഠിച്ച് അത് മുന്നോട്ട് കയറാനായിട്ട് നോക്കുക. പിന്നെ 0 ലെവലിൽ പഠിച്ച് ആദ്യമായിട്ട് തുടങ്ങുന്നവരുണ്ട്. അല്ലാതെ നമുക്ക് കമന്റ് ബോക്സിലാണെങ്കിലും കാണാം, ആദ്യമായിട്ട് പഠിക്കുകയാണ്, പുസ്തകം അടച്ചു വെച്ചു, ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമോ, ഇപ്പോഴത്തെ കുട്ടികളുമായിട്ടല്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നവര്. അങ്ങനെ വരികയാണെങ്കിൽ ലാസ്റ്റ് ചാൻസ് കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ആവേശവും പഠിക്കാനുള്ള ത്വരയും കൂടുതലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് പഠിക്കുക. പിന്നെ അടുത്തൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും 2 ഘട്ടമായിട്ടാണ് നടത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യത 80% അല്ലെങ്കിൽ 90% കുറവാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ എക്സാം ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, LDC എക്സാം ആണെങ്കിലും LGS എക്സാം ആണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. കാര്യം ഇനിയും PSCക്ക് ഒരു എക്സാം നടത്തി പ്രിലിംസിന്റെ ഒരുപാട് അപാകതകൾ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടം തന്നെ എന്ത് ചെയ്തത്, PSC മാറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇനി വീണ്ടും അതുപോലെ ഒരു പരീക്ഷണം വരില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. മാത്രമല്ല അപേക്ഷകർ ഒരുപാട് പേരല്ലെങ്കിൽ ഇത്ര ആപ്ലിക്കൻസ് ഉള്ള പരീക്ഷകളിലൊക്കെ പ്രിലിംസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന 10th പ്രിലിംസ് PSC നടത്തുന്നുണ്ട്. നമുക്ക് പറയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒഴിച്ചുള്ള ബാക്കി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് LGSനും അതേപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് നമ്മുടെ ഏത് വരുന്നത് BFCO LDക്ക്, അതിനൊക്കെ എന്തുണ്ട്, അതിനൊക്കെ പ്രിലിംസ് ഉണ്ട് അല്ലെ. അപ്പം നിങ്ങൾ ഇനി പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ, ഇൻ കേസ് നമുക്ക് ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ്, നമ്മളിപ്പം ഏകദേശം 2026 മൂന്നാമത്തെ മാസം മാർച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പൊ പഠനം വേണം, ഗവൺമെന്റ് ജോലി അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏജ് ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ അടുത്തത് നോക്കേണ്ടത് SSCRT ടെക്സ്റ്റ് ബുക്ക് മുതൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച മെത്തേഡാണ്. നമ്മുടെ ചാനൽ വഴി തന്നെ നമ്മൾ ഒരുപാട് ഫ്രീ കോണ്ടന്റ്സ് തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അത് നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാ ദിവസവും സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളും LDC ഓറിയന്റഡ് ആയിട്ടുള്ള ഫ്രീ നോട്ട്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങളുടെ പഠനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. മാത്രമല്ല നിങ്ങളുടെ പഠനത്തിൽ ഒരു വഴികാട്ടിയായിട്ട് 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് സൗജന്യമായി നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ഒരു 10 days ട്രയൽ നോക്കിയതിനു ശേഷം മാത്രം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ 150 ദിവസത്തെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് നമ്മൾ നൽകുന്നുണ്ട്. Day 1 മുതൽ Day 150 വരെ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ്, 15 ക്വസ്റ്റ്യൻസ് ആണ് ഡെയിലി മോക്ക്. അപ്പം 150 ദിവസം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെന്നറിയോ, 15 ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലൈവായിട്ട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്സിന് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ആരും നൽകാതെ 10 day OMR പ്ലസ് റിവിഷൻ ആണ് നമ്മൾ നൽകുന്നത്. അതായത് നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, റിവിഷനിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു Day 1 to 10 വരെ വരുമ്പം ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ OMR ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഒരു 200 ഷീറ്റ്സുള്ള OMR ഷീറ്റാണ് നമ്മൾ അയച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കൂടി നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമന്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.